ഒരു 4 മണിയായപ്പോൾ ഞാൻ വാർക്കപ്പൊക്കത്തൊന്ന് പോയി നോക്കാം. കുറച്ച് ദിവസങ്ങളായല്ല മഴയൊക്കെ ആയിട്ട് കയറിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം നെല്ലിക്കയൊക്കെ വലുതായെന്ന് നോക്കാമെന്ന് ഓർത്ത് ഞാൻ പോയായിരുന്നേ. അപ്പോൾ അവിടെ നല്ല ഉണക്കലൊക്കെ ആയിട്ട് കിടപ്പുണ്ടായിരുന്നു. പക്ഷേ ആ മഴക്കോളിൽ ഒത്തിരി നെല്ലിക്കയൊക്കെ വീണ് ചീഞ്ഞ് കിടപ്പുണ്ടായിരുന്നു. താഴത്തൊക്കെ കുറവായിരുന്നേ, മുകളിൽ 10-500 ഉണ്ടായി കിടപ്പുണ്ടായിരുന്നു. ഇപ്പോൾ 3ാമത്തെ പ്രാവശ്യമാണ് ഇത് ഉണ്ടാവണത് കേട്ടോ. പിന്നെ ഒത്തിരി മരങ്ങളൊക്കെ ഇങ്ങനെ താഴത്താണ് നട്ടേക്കണമെങ്കിലും എല്ലാം വാർക്കപ്പൊക്കത്തേക്കാണ് കിടക്കുന്നത്. ഇവിടെ ഒരു റംബുട്ടാൻ ഉണ്ടായതൊക്കെ വെട്ടിക്കളഞ്ഞല്ല. പിന്നെ ദേ കാരക്കയുടെയൊക്കെ കോലം കണ്ട, കാരക്കയില മൊത്തം കംപ്ലീറ്റ് താഴ്ത്തു പോയേക്കണേന്. ഇതൊക്കെ ഇനി അടിച്ചു വാരിയൊക്കെ കളയാൻ നല്ല പണിയുണ്ട്. അതുപോലെ തന്നെ കണ്ട നെല്ലിക്കയുടെ എല്ലാം അങ്ങനെ അധികം കാര്യമായിട്ട് പൊഴിയൂല കേട്ടോ. എങ്കിലും ഒരു സമയമാകുമ്പോൾ എല്ലാം പൊടി പോലെ വീഴും. പിന്നെ തേക്കിൻ്റെ ഇല പറയേ വേണ്ട, എല്ലാ ദിവസവും ഒത്തിരി ഉണ്ടാവുമല്ലോ, അടിച്ച് ഞാൻ കൂട്ടിയിട്ടേക്കണേനെ. എന്നിട്ട് ഇതെല്ലാം വാരിക്കൊണ്ട് തോട്ടിലേക്ക് കളയണമെന്ന് വിചാരിച്ച് കുറേയൊക്കെ കളഞ്ഞ്. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങളൊന്ന് റീഗൽ ജ്വല്ലറിയിലേക്ക് പോയായിരുന്നു. ഒരു ഫണ്ടൊക്കെ അവിടെ ചേർന്നിട്ടുണ്ടായി. അതിൻ്റെ സ്വർണ്ണമൊക്കെ എടുക്കാൻ വേണ്ടി ഞങ്ങൾ പോയതാണേ. അപ്പോൾ ആ വന്ന വഴി ചങ്ങമ്പുഴ പാർക്കിലൊക്കെ ഒന്ന് കയറിയായിരുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു പൂച്ച ഉണ്ടല്ലോ, ഞങ്ങളെവിടെയൊക്കെ നിൽക്കണം അവിടെയൊക്കെ നൊലൊളിച്ചുകൊണ്ട് ഇങ്ങനെ വന്നേന്. അപ്പോൾ ഞാൻ ഓർത്ത് ഈ പൂച്ചക്ക് ഒരു പരിചയമില്ലല്ലോ, പിന്നെ എന്താണ് ഇങ്ങനെ പരിചയത്തോടെ നമ്മുടെ കൂടെ വന്നേന്നൊക്കെ വിചാരിച്ച് അവിടെ ചെന്നപ്പോൾ ഒരു ജാമ്പ മരം കണ്ട്. അവിടെ നിന്ന് ഞാൻ ഒരു ഫോട്ടോ എടുത്ത്. പിന്നെ നമ്മുടെ ആനക്കുട്ടി ഉണ്ടല്ലോ, വെയിലത്തൊക്കെ ഇങ്ങനെ ഇരിക്കണേലേ, അപ്പം ഞാൻ അതിനൊന്ന് പുതപ്പിച്ചൊക്കെ കൊടുത്തേനെ. പിന്നെ കുറച്ച് സമയം ഞങ്ങൾ രണ്ടുപേരും കൂടെ അവിടെ ഇരുന്നായിരുന്നു. ചേച്ചിയുടെ മോളുണ്ടായിരുന്നു കൂടെ. അപ്പം ഞാൻ പറഞ്ഞു, ദൈവമേ കുഞ്ഞുങ്ങളെയൊക്കെ ഒന്ന് കൊണ്ടുവന്ന് വെച്ചെങ്കിൽ നല്ലതായിരുന്നു. അതുങ്ങൾക്ക് അത്യാവശ്യം കളിക്കാനുള്ള സംഭവമൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഒത്തിരി ഒന്നും ഇല്ലെങ്കിലും അത്യാവശ്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു ഒരു ദിവസം അതുങ്ങളെ കൊണ്ടുവരാമെന്ന് പറഞ്ഞേ. അപ്പോൾ ചേച്ചിയുടെ മോള് പറഞ്ഞ് ഞാനൊന്ന് എക്സസൈസ് ചെയ്യട്ടെ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നീ ചെയ്തോ, ഞാൻ ചെയ്യാൻ കയറിയ പോലെ തലയും കുത്തി വീണാലോ എന്ന് പറഞ്ഞ് ഞാൻ മാറിയിരുന്നായിരുന്നു. പിന്നീടല്ല നമ്മുടെ ഈ പാടത്തിൻ്റെ അവിടെ വേറൊരു വീട്ടുകാർ കൃഷി ചെയ്യുന്നുണ്ട്. അവിടെ ഇങ്ങനെ നമ്മുടെ പീച്ചിങ്ങയൊക്കെയാണ് കേട്ടോ, അതുപോലെ കുക്കമ്പർ എല്ലാം ഉണ്ട്. നല്ല അടിപൊളി പീച്ചിങ്ങയായിരുന്നു. അപ്പോൾ ചേട്ടൻ അത് കൊണ്ടുവന്നപ്പോൾ ഞാൻ 2 കൊടുത്തിട്ടും എന്നാൽ അത് നമുക്ക് കറി വെക്കാം, ചെമ്മീനില്ലെങ്കിലും കുഴപ്പമില്ല, നല്ല പച്ചയായത് കാരണം വാടിയതൊന്നും അല്ലല്ല. കടയിലൊക്കെ ആകുമ്പോൾ ഇരുന്ന് വാടൂലേ. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഇതെങ്ങനെ വെച്ചാലും ടേസ്റ്റായിരിക്കും. അങ്ങനെ തന്നെ ഞാൻ ചീനിച്ചട്ടിയൊക്കെ എടുത്ത് അടുപ്പത്ത് വെച്ചിട്ട് ഇച്ചിരി എണ്ണ ഒഴിച്ച് അത് ചൂടായപ്പോൾ കടുകൊക്കെ ഇട്ട് പൊട്ടിച്ച് പിന്നെ അതിനകത്തേക്ക് ഇച്ചിരി വേപ്പിലയും വെളുത്തുള്ളിയും ഉള്ളിയൊക്കെ ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് മൊരിച്ചെടുത്തേ. പിന്നെ ഞാൻ വിചാരിച്ചു ഇതിന് ഒത്തിരി മസാല ഒന്നും വേണ്ടല്ല, ഒരു പച്ചമുളക് ഇട്ട് കൊടുത്തായിരുന്നു. പിന്നെ ഇച്ചിരി മുളക് പൊടിയും ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തായിരുന്നു. ഇതിനകത്തേക്ക് നമ്മൾ വെള്ളമൊന്നും ഒഴിക്കണ്ട കേട്ടോ. അരിഞ്ഞു വെച്ചിരിക്കുന്ന പീച്ചിങ് ഇട്ട് കൊടുക്കുക. അടച്ചു മൂടിയൊക്കെ വെക്കുമ്പോൾ നല്ലപോലെ വെള്ളം ഉണ്ടാവും കേട്ടോ. അത് പിന്നെ ഭയങ്കര വേവിച്ച് കളയരുത്, അപ്പോൾ ഭയങ്കര ടേസ്റ്റൊന്നും ഉണ്ടാവില്ല. ഒരു വേവ് നിർത്തിയെടുക്കുക. പിന്നെ അതിനാവശ്യമായി ഇത്തിരി ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുക. ഇത് കണ്ട ഒന്നും വെള്ളം ഒഴിക്കാഞ്ഞിട്ട് തന്നെ അതിൽ വെള്ളം വന്നത് കണ്ട. ഇങ്ങനെയാണ് ശരിക്കും വെക്കേണ്ടത്, നല്ല ടേസ്റ്റായിരിക്കും. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞാനിടല കിളിമീൻ ഉണ്ടായിരുന്നു. അത് ഞാൻ തേങ്ങയൊക്കെ അരച്ച് കറി വെച്ചതാണ്. ഇത്തിരി എരിവ് കുറച്ച് എടുത്തതുകൊണ്ട് ഇച്ചിരി കളർ വ്യത്യാസം വന്നേക്കണേ കേട്ടോ. ഭയങ്കര ടേസ്റ്റായിരുന്നു. പക്ഷേ ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്കൊരു ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നു ഉണ്ട ഉണ്ടാക്കാനായിട്ട്. ഒരു 50 ഉണ്ട വേണമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ ഇങ്ങനെ ഓർഡറൊക്കെ അനുസരിച്ച് പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കും കേട്ടോ ആളുകൾ ചോദിക്കുമ്പോഴൊക്കെ. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ ഉണ്ട ഉണ്ടാക്കാമെന്നും പറഞ്ഞ് ഒരു 50 ഉണ്ടോളം ഉണ്ടാക്കിയൊക്കെ വെച്ചായിരുന്നു. പിന്നെ ചായയും ഇതൊക്കെ തിളപ്പിച്ച് വെച്ചായിരുന്നേ. അവർ വീട്ടിൽ വന്ന് മേടിച്ചോളും. ഇങ്ങനെ ഓർഡർ തരുമ്പോൾ ഞാൻ വേണ്ടെന്ന് പറയൂല, എല്ലാം ശരി.